എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സിനിമയുടെ യാത്ര അവസാനിക്കുന്നത് ഒരു തിയേറ്റർ റിലീസിൽ മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആ യാത്ര അവസാനിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു സിനിമ എത്തുന്നത്. അതിൻ്റെ പ്രധാന ഘടകം നിങ്ങളാണ്, മീഡിയസ്, പ്രേക്ഷകർ. രണ്ടാമത്തത് ആദ്യം മീഡിയയാണ് ഇതൊക്കെ അവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സിനിമയും ഞങ്ങളും മീഡിയയോട് കടപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവിധ പിന്തുണയും തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ ടീമിവിടെ നിൽക്കുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ബാസി, ബാബുരാജേട്ടൻ, അലൻ സീതേട്ടൻ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, അവർക്കുള്ള പ്രേക്ഷകർ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഓരോ നിമിഷവും ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് കാലം സമയം, അതായത് നോർമൽ ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ എന്നോട് എടുത്ത് അതിനൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതെല്ലാം കടന്ന് എന്നിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശ്രീനാഥ് ബാസിയെ കുറിച്ചിട്ടാണ്. ശ്രീനാഥ് ബാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ, ഞാൻ ചെയ്ത പൊങ്കാല എന്ന സിനിമയിൽ ബാസിയുടെ പ്രസൻസ് വളരെ വലുതാണ്. അത് ഇപ്പോൾ വരുന്ന 30-ാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. ശ്രീനാഥ് ബാസി എൻ്റെ ലൊക്കേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈബ് അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വളരെയധികം സന്തോഷമാണ് ഷൂട്ട് ചെയ്യാൻ നേരത്ത്. ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ. അപ്പോൾ ഇതിനേക്കാൾ ഇപ്പം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി ഞാൻ പറയാം. പൊങ്കാല എന്നത് ആക്ച്വലി ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൺഡേ നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തത്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൺഡേക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു ഫെസ്റ്റിവൽ ഹോളിഡേ ആണ്. അപ്പോൾ ഒരു സ്മോൾ ഹോളിഡേ അല്ലെങ്കിൽ ഫെസ്റ്റിവലായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് നമുക്കൊരു നല്ല സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഥയ്ക്കും ഇവ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇൻസ്പയർ ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ അതിനെ സത്യസന്ധമായി തന്നെ കഥ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം 30-ാം തീയതി തിയേറ്ററിൽ കാണാം. എന്തായാലും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് എൻ്റെ സിനിമ കാണണം. താങ്ക് യു. Thank you so much, Abhay. Next we are moving to Basi. Yes, മഞ്ഞുമല കഴിഞ്ഞിട്ട് അടുത്ത് ഒരു ട്രൂ ഇൻസിഡൻറ്റ് സ്റ്റോറി. ഇതാണ് നമ്മളെല്ലാവരും ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. മഞ്ഞുമല സൂപ്പർ ഡ്യൂപ്പർ ബ്ലംബർ, ലൈക്ക് എന്താ പറയുക, എന്ത് ഹിറ്റായിരുന്നു. അതുപോലെ ഒരു ഹിറ്റിലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറുമോ എന്നുള്ളതാണ്. എന്താണ് ബാസിയുടെ പ്രതീക്ഷ ഈ സിനിമയെ കുറിച്ച്? നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പിന്നിലിത് ചെയ്തേക്കുന്നത്. അപ്പോൾ വി ഡൺ അവർ ബെസ്റ്റ്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഓടിച്ചാടി പങ്കെടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇൽ ബി എക്സൈറ്റിംഗ്. കുറച്ച് ഫിസിക്കലായിരുന്നു പടം. അപ്പോൾ ടീസറിൽ നിങ്ങൾ കണ്ടിരുന്നു. ഇറ്റ് വാസ് നൈസ്. അപ്പം അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതിൽ എനിക്ക് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല പടം. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് മറ്റേ സൺഡേനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് കേക്കട്ടെ, എന്താണ്? അല്ല, വേറെ പടമൊന്നുമില്ലാത്ത കാരണം ഞായറാഴ്ചയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വേണ്ട, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. നമ്മള് എല്ലാവരെയും പോലെ തന്നെ പടം ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാൻ നോക്കാം. ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ പടങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് നമ്മുടെ സിനിമ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും give this movie a chance. So thank you. ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കണം. കപ്പേളയിലും ഭയങ്കര റോ അടിയായിരുന്നു, ചട്ടമ്പിയിലും. ഇതില് എങ്ങനെ അത്രയും? രാജശേഖർ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതെ, പുള്ളിനോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല. സാർ അതെങ്ങനെ ശരിയാണോ, അങ്ങനെ 10 പേര് അടിച്ചു, അത് മോശം സാർ പ്രശ്നമാക്കും. അത് അപ്പോൾ അല്ല കൺവിൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ
ഇപ്പൊ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പുള്ളി അതിനൊരു പരിപാടി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് പുള്ളി എല്ലാവരും തല്ലണത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. ഫൈറ്റ് സീൻസ് ഒരു ഷെഡ്യൂൾ മൊത്തം വി ഷോട്ട് ഫൈറ്റ്സ് അല്ലെ? എത്ര ഫൈറ്റ് ഷൂട്ടുകൾ? അത് എണ്ണി വെച്ചിട്ടുണ്ട്. അയാൾക്കിടക്ക് പറയാറുണ്ടായിരുന്നു 11 ഫൈറ്റ് ഉണ്ട് എന്റെ സിനിമയിൽ. Alright, thank you so much and we wish all the best. And ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ മൂവിയാണ് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹണി ബി 2-ന് ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് കോംബോ വരുന്ന ഒരു സിനിമയാണ് പൊങ്കാല, റൈറ്റ്? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നത്. ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത്. അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി, കാരണം ഞങ്ങളിപ്പോൾ എൻ്റെ ഇടയിൽ പറയായിരുന്നു ഹണീബി പോലെയുള്ള ഒരു സിനിമ, ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാൽ പനി അടിച്ച് കിടക്കായിരുന്നു, ഇന്നിപ്പോൾ ഓടി വന്നു അതിന് വേണ്ടിയിട്ട്. ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിൻ്റെ കട്ട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ളൊരു ധൈര്യം കാണിച്ചു. അത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ഇത്ര 4 മിനിറ്റൊക്കെയുള്ള സോങ് ആൾക്കാർ കാണുമോ? അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് കയറി അങ്ങ് കൊളുത്തിയിട്ട് 1 മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ. അത് ഈ പൊങ്കാല സിനിമ എടുത്തു പറയേണ്ട കാര്യം, അത് പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ആ സംഭവം അത് കാണാത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ അതിന് കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഞാൻ എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് 100-500 ഫൈറ്റെങ്കിലും ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സിനിമകളിൽ. കാരണം ഇടികൊള്ളാത്ത സിനിമകളില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാ പടത്തിലും ഇത് തന്നെയാണ്. ഒരു വർഷം ഒരു 50 എണ്ണം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെയൊക്കെ സമയത്ത്, തുടക്ക സമയത്ത് ഈ 94 കാലഘട്ടത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് അപ്പം തന്നെ ഡയറക്ടർ ചെന്നൈക്ക് പോകും. കാരണം അത് ആ സമയത്ത് ഡയറക്ടർക്കവിടെ യാതൊരുമില്ല. ഒരു 5 ക്യാൻ ഫിലിമിൽ തീർക്ക്, അല്ലെങ്കിൽ ഇത്രയും ആ ലെങ്ത് പറഞ്ഞിട്ട് പോകും, ഫുട്ടേജ് പറഞ്ഞിട്ട് പോകും, ഒരു 600 അടി അല്ലെങ്കിൽ ഒരു 300 അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരു ഫൈറ്റ് മാസ്റ്റർമാരൊന്നും ഡയറക്ടർമാരൊന്നും അവിടെ ഇരിക്കില്ല. വളരെ ചുരുക്കം ഡയറക്ടർമാർ മാത്രമേ ഇരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഈ മാസ്റ്റർമാരുടെ പണിയാണ് അതൊക്കെ, വീഴ പിടിക്കാതൊക്കെ. അത് മാറിയിട്ട് ഇപ്പോൾ ഓരോ പടത്തിനും ഈ ഇവർ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം, അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പം ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ബാസി ചെയ്ത ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. കടപ്പുറത്ത് അദ്ദേഹം വന്ന ഓരോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കുന്ന ഷോട്ടുകൾ ഞാനിങ്ങനെ ഇന്നിങ്ങനെ ആന്തികയായിരുന്നു. കാരണം അതൊക്കെ നല്ല ഞാൻ അതായിട്ട് പറയുന്നല്ല, അതൊക്കെ ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ രാജശേഖരൻ മാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ രാജശേഖരൻ മാസ്റ്റർ ത്യാഗരായ മാസ്റ്ററിന്റെ അസിസ്റ്റന്റായിരുന്നു. അപ്പോൾ ത്യാഗരായ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഗ്രൂപ്പില്ലാതെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാണ് രാജശേഖരൻ മാസ്റ്റർ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല, വാസി പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുമായിട്ട് ഇതിനിടയ്ക്കൊന്ന് ഉടക്കിയ പുള്ളി. കാരണം നമ്മളൊക്കെ ഒരേ ഇതായിട്ടിട്ട് ഈ പുള്ളിക്കാരനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് താങ്കളുമായിട്ടാണോ ബാക്കിലേക്ക് വിടാൻ പറഞ്ഞത്? എന്നെ പിടിച്ചിട്ട് പുള്ളി നമുക്ക് സാർ നാടൻ പോലെ ആക്കിയിട്ടെന്ന് പറഞ്ഞ് ബാക്കിലേക്ക് വിടാൻ സാർ. അപ്പൊ എന്റെ ബാക്കിലൊരാള്, എന്റെ മുകളിലൊരാള്, അങ്ങനെ ഒരു വീഴ്ച. ഞങ്ങളുടെ മാസ്റ്റർ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ല, ഇത് വേറെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി. അപ്പൊ എങ്കിലും നമ്മൾ ആ എടുത്ത എഫേർട്ടിന് വളരെയധികം ഇത് ഈ പടത്തിൽ കാണാനുണ്ട്. പിന്നെ ഇപ്പൊ ഈ കുട്ടി ചോദിച്ച പോലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ പൊങ്കാലയാണ്, ചതിയുടെ പൊങ്കാലയാണ്, ഇടിയുടെ പൊങ്കാലയാണ്, പാട്ടിന്റെ പൊങ്കാലയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എന്റെ മാമൻ പറഞ്ഞു, അപ്പ അതിന്റെ ആ ഒരു പള്ളത്തി മീൻ എന്ന് പറഞ്ഞ പാട്ട് അത് ഭയങ്കര ഹിറ്റായിട്ടാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ അസംഭവമുണ്ടോ? അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, അത് എനിക്കറിയില്ല നമ്മുടെ അടുത്ത്. അതാണ് ഏറ്റവും വലിയ രസം.
എനിക്കത് ഈ പടത്തിലാണ് കാരണം നമുക്ക് ഇതിനകത്ത് പാട്ടുമായിട്ട് വലിയ ബന്ധങ്ങളില്ലല്ലോ ഈ പടത്തിൽ. അപ്പൊ അത് കയറി ഭയങ്കരമായിട്ട് കൊളത്തി. അതുപോലെ തന്നെയാണ് ആ ഫൈറ്റ് ഇട്ടിരുന്ന ആ പാട്ടില്ലേ, അതും നല്ല സാധനം. അതെല്ലാം നല്ല ഗ്രേറ്റ് വർക്ക് ആ മ്യൂസിക് ഡയറക്ടറുടെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന 7 ആർട്സ് മോഹനേട്ടൻ. അത് പ്രത്യേകം എവിടെ ആള് പോയോ, അയ്യോ എത്ര കഷ്ടപ്പെട്ട പാവം. ഇങ്ങനെ അവൻ മെയിൻ കാരണം ഈ പടം പല പല ഷെഡ്യൂളുകളായി മാറി മാറി. അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ ദീപു, അനിൽ, ഇവരെല്ലാം ഇതിനു വേണ്ടി പുറകിൽ വളരെയധികം കഷ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഈ പറയുന്ന പോലെ ബാസി അത്രയധികം സഹകരിച്ച് ഓരോ പ്രാവശ്യം ഇടിയുടെ നമുക്ക് പറയാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-4 ഫൈറ്റ്. ആ കാലത്ത് ഫെസിറ്റിൽ ഫൈറ്റ്, രാത്രി കടപ്പുറത്ത് ഫൈറ്റ്, അത് കഴിഞ്ഞാൽ മറ്റേ ഐസ് ഫാക്ടറിയിൽ ഫൈറ്റ്. ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും. ഐസ് ഫാക്ടറിയിലെ ഫൈറ്റ് ചേട്ടാ മറ്റേ ബാക്കി എടുക്കാനുണ്ട് മറ്റേ അവിടെ പോകും. അത് കഴിഞ്ഞാൽ അവൻ്റെ ചേരിയിൽ വരും. അയ്യോ അങ്ങനെ. പക്ഷേ ഡബിങ്ങിന് ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ മാത്രം നിൽക്കുന്ന സാധനം. ചില സിനിമകൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഓടി, ചിലത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന്. അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം ഉണ്ടെങ്കിൽ ഈ പടം ഗംഭീരമായിരിക്കും. പിന്നെ ഏതൊരു സിനിമയും പടം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല, പടം ഓടി വിജയിച്ചാൽ മാത്രമേ നമ്മളെ പോലും ആൾക്കാർ കാണുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും ചേട്ടാ ഇപ്പൊ പടങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ സിനിമയും പടമൊന്നും ഇല്ലെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആരും കണ്ടിട്ടുണ്ടാവില്ല. OTT പോലും ഇപ്പൊ കാണാൻ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി ഞാൻ ഇനിയും സത്യസന്ധത കൂടുതലുള്ള കാര്യങ്ങൾ ചേട്ടന് വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും ഈ പടം കാണുക. ആ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു. അപ്പൊ ഇവര് മൊത്തം പറഞ്ഞത് ഇടി കൊണ്ടതും കൊടുത്തതുമായിട്ടുള്ള കഥകളാണ്. നമ്മൾ എങ്ങനെയായിരുന്നു കൊണ്ടുവരുന്നത്? ഒറ്റ കൊത്തുകൊണ്ട് തന്നെ ഞാൻ മരിച്ചുപോയി. സമാധാനമായല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല. എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. മഹാ ഇടിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലയിലാണ്. പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റക്കുത്തിന് കൊല്ലു നടന്നു. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി. ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ചു ശ്രീനാഥ് ഭാസ്കറിന്റെ പ്രായം ഈ ചെറുക്കൻ. അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അവനാണ് എന്നെ പിടിച്ച് നടത്തിയത്. ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തിയത് അവനാണ്. പക്ഷേ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ലേറ്റാ. പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ്, ജ്ഞാനിയാണെന്ന് നടിക്കും. പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും. അമ്മമാർക്ക് വേണ്ടി, അമ്മയോടുള്ള പക തീർക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല. എന്ത് വാമനൻ പൊങ്കാല ഇടുന്ന അമ്മമാരിരുന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചിന്തുന്ന വേർപ്പുണ്ട്. അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അവിടെ ഉള്ളൊരുകുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് ഭാസി ചെയ്തത്. അവൻ ചോര പൊടിയുന്ന ഒരു പോസ്റ്റർ കണ്ടപ്പോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രീനാഥ് ഭാസിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവനെ ക്രിസ്തുവിനെ പോലെ തോന്നി. അപ്പൊ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ലോകത്ത് ഇങ്ങനൊരു നടനെ കാസ്റ്റ് കഥ പറയില്ല. ഞാൻ സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണോ കഥ. അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവര് കോട്ടിടും. ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നു. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹലോ യാമി, യെസ്, കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ്, റൈറ്റ്? ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ക്രൂ ഉണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് യാമി?
ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര തൃശ്ശൂരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് ചേട്ടാ ഒന്ന്. ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, തൃശ്ശൂരും മലപ്പുറവും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ പിന്നെ ബാസ്റ്റിന്റെ ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് വരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ഫൈറ്റ്സ് ആണല്ലോ, അപ്പോൾ സ്റ്റണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. അടിപൊളി. ഒരു ചെറിയൊരു സീൻ. ബാസി is like, പറയല്ലേ സസ്പെൻസ് പൊട്ടിക്കില്ലേ? അത് കാണുമ്പോ പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ്. ബാസി എന്താണ് പാവം കുട്ടി, സംസാരിക്കട്ടെ. നമ്മളെ ഫൈറ്റിനെ കുറിച്ച് പറയണ്ട, വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. അപ്പോൾ എന്താ പറയാ, നവംബർ 13 മൂവി റിലീസ് ആവാണ്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാൻ ഞാനും. അപ്പം എല്ലാവരും മൂവി കാണാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ബിൻ സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ, താങ്ക് യു സോ മച്ച്. അതന്നെ, എല്ലാവരും പോയി സിനിമ കാണാം, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അതന്നെ താങ്ക് യു സോ മച്ച് ബാബുട. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ അത് റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ കുറച്ച് നേരം പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറെ അനുഭവിച്ച് ഞങ്ങളാണ്. കാരണം ഈ നേരം വിളിക്കണ ഒരു ഷൂട്ടാണ് അപ്പോൾ അവിടെ. അപ്പോൾ ഈ റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ രാത്രിയാകുമ്പോൾ വരും അവിടെ. റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ മിക്കവാറും ബാസി ഞാനൊക്കെ ആയിരിക്കും മീൻചന്തയിൽ ഒറ്റയ്ക്ക്. അങ്ങനെ ബില്ലിലുമായിട്ട് ഭരണം മറ്റേ സാധനം എങ്ങനെയല്ല എടുത്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെ. ഒക്കെ വെള്ളമാണ്. ഇത് കഴിഞ്ഞ് ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക്. വണ്ടി നല്ല സാധനമുണ്ട്. പിന്നെ എൻ്റെ കാരണം ഇവർക്ക് പിന്നെ വേണ്ടത് എന്നെയാണ്. അതായത് ഇവരുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പുറംകടലിൽ പോയിട്ട് അത് മറ്റേ സാധനം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നല്ല പിടയ്ക്കണ പള്ളത്തിലൊക്കെ അറിയുന്നുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പോകും. പിറ്റേ ദിവസം ഇത് വരുമ്പോൾ ഈ ടീം വീണ്ടും വരും. എങ്ങനെ റിയൽ സ്റ്റോറി ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ ഇന്നിപ്പോ ബാസി ചോദിക്കാറുണ്ട്, നമുക്കത് പറയാമോ യഥാർത്ഥമായിട്ട്. അപ്പൊ അത് ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യമാണ്. ഒരാളെ കൂടി ഞാൻ അതിനകത്ത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്യാമറമാൻ ജാക്സൺ. അസാധ്യമായിട്ട് ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്യാമറ ചെയ്ത ജാക്സൺ. ഇവിടെ കാണാനില്ല നമുക്ക്, പക്ഷേ എടുത്തു പറയുന്നത് അടിപൊളി വന്നിട്ട് അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫൈറ്റിനായാലും എല്ലാത്തിനായാലും അത്രയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, അപ്പൊ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. ഒരുപാട് സമയം കളയാതെ നമ്മൾ Q&A സെഷനിലേക്ക് കടക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഇവന്റ് ടീം നമ്മളെ ഒന്ന് സ്റ്റേജിൽ ചേരാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ്. താഴേക്ക് ഇരിക്കാം കേട്ടോ. നമുക്ക് സ്റ്റേജ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം കയറി വരാം.